ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പി ഐ നെറ്റ്വർക്കിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ടോക്കൺസ്, അതായത് പി ഐയുടെ വാലറ്റിൽ നിന്ന് എങ്ങനെ ബിറ്റ്ഗെറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20-ാം തീയതി ഇതിൻ്റെ ഓപ്പൺ നെറ്റ്വർക്ക് ലോഞ്ച് ആവുകയാണ് 1:30 മണിക്ക്. അപ്പോൾ ഒരുപാട് കഥകൾ ഇതിനെക്കുറിച്ച് വരുന്നുണ്ട്. ഇത് $0.005 അല്ലെങ്കിൽ $0.001 നിന്ന് $1 മാക്സിമം $1 വരെ പോകുള്ളൂ എന്ന്. അതല്ല, ഇത് $100 മേലെ അടിക്കാൻ സാധ്യതയുണ്ടെന്ന് മറ്റൊരു കൂട്ടം ആളുകൾ, കമ്മ്യൂണിറ്റി പറയുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് അതിൻ്റെ നിജസ്ഥിതി എന്തായാലും 20-ാം തീയതി വരുമ്പോഴേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇത് ലൈവായിട്ട് മേടിക്കുന്നുണ്ട്. 150-160 രൂപയ്ക്കൊക്കെ ഇപ്പോഴും മേടിക്കുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് ആളുകൾ ഇതിൽ നിന്ന് മേടിക്കാൻ നോക്കുന്നുണ്ട്. ഒരുപാട് പേര് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ സംഭവം എന്ന് 20-ാം തീയതി വന്നാലേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ കറൻറ്റ് മാർക്കറ്റ് ക്യാപ്പും മറ്റും കാൽക്കുലേഷനൊക്കെ ചെയ്തിട്ട് ഒരുപാട് പേര് ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഇടുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് 20-ാം തീയതി വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ 2 എക്സ്ചേഞ്ചിലാണ് ഇപ്പോൾ ഇത് ലിസ്റ്റ് ആകാൻ പോകുന്നത്. ഒന്ന് OKX-ഉം. OKX ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ബാൻഡാണ്. എൻ്റെ കയ്യിലുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ. പക്ഷേ ഒരുപാട് പേർക്ക് ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതിൻ്റെ APK ഫയൽ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ നമുക്കതിൻ്റെ ആവശ്യമില്ല, കാരണം ബിറ്റ്ഗെറ്റിൽ അത് ലിസ്റ്റ് ആവുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ബിറ്റ്ഗെറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് പേജിൽ തന്നെ കാണാൻ സാധിക്കും, ഡെപ്പോസിറ്റ് ആൻഡ് ട്രേഡിംഗ് ടു വിൻ എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ഒരു എയർ ഡ്രോപ്പും ഇതിൽ നടക്കുന്നുണ്ട്. ഇത് ബിറ്റ്ഗെറ്റ് ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിൻ്റെ KYC വെരിഫിക്കേഷൻ മാക്സിമം കംപ്ലീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ട്രേഡിംഗ് ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ എടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. എൻ്റെ പ്രൊഫൈൽ എടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം വെരിഫൈഡ് എന്നുള്ളത്. കാരണം KYC ഞാൻ ഇത് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള എയർ ഡ്രോപ്പിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അത് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ട്രേഡൊക്കെ ഇപ്പോൾ PI ലിസ്റ്റ് ആയാൽ തന്നെ ട്രേഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും നമ്മൾ ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബിറ്റ്ഗെറ്റ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക, OKX എടുക്കേണ്ട. ഇതിൽ എങ്ങനെ മാറ്റാം എന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ ഓൾറെഡി എൻ്റെ അസറ്റ് ഗ്രൂപ്പിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു PI ഇതിൽ ടെസ്റ്റ് ആയിട്ട് ഇതിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. PI ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു PI ഞാൻ ഇവിടെ അയച്ചിട്ടുണ്ടായിരുന്നു. സക്സസ്ഫുൾ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നിങ്ങൾ നമ്മുടെ പൈ നെറ്റ്വർക്കിലേക്ക് പോകുക. അതിനുശേഷം ഈ 3 ലൈനിൽ പ്രസ് ചെയ്തിട്ട് PI ബ്രൗസർ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ എടുക്കുക. ഇത് ഓൾറെഡി നിങ്ങളുടെ ഫോണിലില്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യണം. PIയുടെ ബ്രൗസറാണ്. അതിൽ സൈൻ ഇൻ ചെയ്യുക. സൈൻ അപ്പ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും വെച്ചിട്ട് സൈൻ അപ്പ് ചെയ്യുക. എന്നിട്ടൊരു വാലറ്റ് ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ഇപ്പോൾ ഓൾറെഡി വാലറ്റ് എല്ലാം ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫിംഗർ പ്രിൻറ്റും ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് വാലറ്റ് എടുക്കുക. ഓക്കെ, വാലറ്റ് എടുക്കുമ്പോൾ അൺലോക്ക് വിത്ത് പാസ് ഫ്രേസ് ചോദിക്കും. ഇത് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിത് സേവ് ചെയ്ത് വെക്കണം. 24 വേർഡ്സ് ഉണ്ടാവും. കാരണം എപ്പോഴെങ്കിലും ഇത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ റീഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫ്രേസ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. ഒന്നില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ നിങ്ങളുടെ വാട്സപ്പിൽ ഒരു ഫയലായിട്ട് സേവ് ചെയ്ത് വെക്കുക, എന്തെങ്കിലും നിങ്ങൾ ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് ആക്ടിവേറ്റ് ചെയ്ത് വെക്കുക. ഫിംഗർ പ്രിൻറ്റ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും നിങ്ങൾ ഈ ഫ്രേസ് അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അൺലോക്ക് വിത്ത് ഫിംഗർ പ്രിൻറ്റിൽ പ്രസ് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്തെടുക്കാം. ഓക്കെ, ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, എനിക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് 891 ടോക്കൺസ് ആണുള്ളത്. ഏകദേശം 2,80,000 ടോക്കൺ ഉണ്ട്. പക്ഷേ അതൊന്നും ഓപ്പൺ ആയിട്ടില്ല, അല്ലെങ്കിൽ ഇതിലേക്ക് മൈഗ്രേറ്റ് ആയിട്ടില്ല. കാരണം എൻ്റെ റെഫറൽസ് ഒന്നും ഒരുപാട് പേര് KYC ഒന്നും കംപ്ലീറ്റ് ചെയ്യാത്തത് കാരണം അത് ആക്ടിവേറ്റ് ആയിട്ടില്ല. ഇനി നമ്മൾ ഇതിലേക്ക് മൈഗ്രേറ്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ pay/request എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ആഡ് കോൺടാക്റ്റിൽ നമ്മൾ അയക്കാൻ പോകുന്ന അഡ്രസ്സും നമ്മളുടെ പേരും, ഇപ്പോൾ ബിറ്റ്ഗെറ്റ് ആണെങ്കിൽ മൈ ബിറ്റ്ഗെറ്റ് PI വാലറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ, എന്നിട്ട് അതിൻ്റെ അഡ്രസ്സ് അതല്ലെങ്കിൽ വൺ ടൈം ആണെങ്കിൽ നിങ്ങളിവിടെ മാനുവലി ആഡ് വാലറ്റ് അഡ്രസ്സ് കൊടുക്കുക. ഇവിടെ ഏറ്റവും മുകളിൽ എത്ര PI ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ വാലറ്റ് അഡ്രസ്സ് കൊടുക്കുക. മെമ്മോ ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ എന്തായാലും ആഡ് കോൺടാക്റ്റിൽ എൻ്റെ വാലറ്റ് അഡ്രസ്സ് ഒന്നുകൂടി ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. ആഡ് കോൺടാക്റ്റ് കൊടുക്കുക. വാലറ്റ് നെയിമിൽ മൈ ബിറ്റ്ഗെറ്റ്, ഇത് നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾക്ക് ഓർമ്മയുള്ള ഒരു വേർഡ് അടിച്ചു കൊടുക്കുക. PI നെറ്റ്വർക്ക് എന്ന് കൊടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, ബിറ്റ്ഗെറ്റിലേക്കാണ് അയക്കുന്നത് എന്നുള്ള നമുക്കൊരു മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് ഒരു ഓപ്ഷൻ കോൺടാക്ട് വാലറ്റ് അഡ്രസ്സ് കൊടുക്കാൻ പറഞ്ഞിട്ട് അത് നമ്മൾ എടുക്കേണ്ടത് ബിറ്റ്ഗെറ്റിൽ നിന്നാണ്. ബിറ്റ്ഗെറ്റിൽ അസറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വരിക. അസറ്റിൽ
സ്പോട്ട് അടിക്കുക. ഓക്കെ, സ്പോട്ട്, ദെൻ ആഡ് ഫണ്ട്സ് കൊടുക്കുക. ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം. ആഡ് ഫണ്ട്സിൽ ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എന്ന് പറഞ്ഞ സെക്ഷൻ ഏറ്റവും മുകളിൽ കാണാം, അതിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ നിന്ന് സെർച്ച് ബട്ടൺ പ്രസ് ചെയ്തിട്ട് PI എന്ന് സെർച്ച് ചെയ്യുക. PI നെറ്റ്വർക്ക് എന്ന് വരുന്നത് കാണാൻ സാധിക്കും. ഇത് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് അതിൻ്റെ നെറ്റ്വർക്കും ഡെപ്പോസിറ്റ് അഡ്രസ്സും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഈ ഡെപ്പോസിറ്റ് അഡ്രസ്സ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക, വീണ്ടും PIയുടെ ആപ്ലിക്കേഷനിലേക്ക് വരിക, കോണ്ടാക്റ്റ് വാലറ്റ് അഡ്രസ്സിൽ ആ അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, ദെൻ ആഡ് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഡയറക്റ്റ് ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യാൻ കോണ്ടാക്ട്സ് ഒന്നും ആഡ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ മാനുവൽ ആഡ് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ 1 PI ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഫീ ഒരു 0.01 PI പോകും. ഇവിടെ വാലറ്റ് അഡ്രസ്സ് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളവിടെ നിന്ന് കോപ്പി ചെയ്ത വാലറ്റ് അഡ്രസ്സ്. മെമ്മോ എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, മൈ PI എന്നോ എന്തെങ്കിലും ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ടു ബിറ്റ്ഗെറ്റ്, ഇതൊരു ജസ്റ്റ് ഒരു നോട്ടാണ്, ജസ്റ്റ് ഒരു നോട്ട് കൊടുക്കുക. നമ്മൾ വേണമെങ്കിൽ കൊടുത്താൽ മതി, ആവശ്യമൊന്നുമില്ല. ദെൻ സെൻഡ് കൊടുക്കുക. ഡു യു റെക്കഗ്നൈസ് ദിസ് പൈനോ വി നോട്ടീസ് ദിസ് അഡ്രസ് ഇസ് ഇൻ യുവർ വാലറ്റ്. ഓക്കെ, ദെൻ കൺഫേം കൊടുക്കുക. ഫീയും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ബിറ്റ്ഗെറ്റിൽ ഞാൻ ഓൾറെഡി ടെസ്റ്റ് വേണ്ടിയിട്ട് ഒരെണ്ണം അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ട്രാൻസ്ഫർ സക്സീഡഡ്, ക്ലോസ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മൾ ഇതിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മെയിലിലേക്ക്, അതായത് ബിറ്റ്ഗെറ്റ് ലിങ്ക് ചെയ്തിരിക്കുന്ന മെയിലിലേക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ടാകും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം, നമുക്ക് മെയിൽ ID യിലേക്ക് ഡെപ്പോസിറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ വന്നിട്ടുണ്ടാകും. ക്രിപ്റ്റോ റിസീവ്ഡ് 1 PI. നേരെ നമ്മൾ ബിറ്റ്ഗെറ്റിലേക്ക് പോവുക. ബിറ്റ്ഗെറ്റിൽ നോക്കുക, നേരത്തെ 1 PI ആയിരുന്നു, ഇപ്പോൾ അത് 2 PI ആയിട്ട് വന്നത് കാണാൻ സാധിക്കും. ഇതിൻ്റെ ട്രേഡിങ്ങും മറ്റു കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണാം. USDT ആയിട്ടാണ് പെയർ കൊടുത്തിരിക്കുന്നത്, പക്ഷേ ഓപ്പൺ ആയിട്ടില്ല. കാരണം 20-ാം തീയതി ആയിരിക്കും ഓപ്പൺ. അതുവരെയും ചാർട്ടും മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ കാണിക്കില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വാലറ്റിലേക്ക് PI ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ PIനെ കുറിച്ച് ഒരുപാട് കണ്ടൻറ്റുകൾ ഇപ്പോൾ വരുന്നുണ്ട്. യൂട്യൂബ് വീഡിയോ ആയാലും മറ്റുമായിട്ട് വെബ്സൈറ്റുകളിലും. സത്യം എന്താണെന്ന് നമുക്ക് 20-ാം തീയതി ആയാലേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇതിനി $1 കടക്കും അല്ലെങ്കിൽ $50 ആകുമോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് മറ്റും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം മാക്സിമം $1 വരെയൊക്കെ പോകാൻ സാധ്യതയുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഫ്യൂച്ചറിൽ പറയാൻ പറ്റില്ല. ബൈനാൻസ് പോലുള്ള എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റി ഉള്ള ഒരു നെറ്റ്വർക്ക് ആയത് കാരണം കൂടുതൽ ആളുകൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ മാർക്കറ്റ് ക്യാപ്പൊക്കെ വീണ്ടും ഇൻക്രീസ് ആകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ആളുകളുടെ വീഡിയോ എല്ലാം കണ്ടിട്ട് നമ്മളിപ്പോൾ വിറ്റിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നഷ്ടമാകാൻ ചാൻസ് ഉണ്ട്. അതുമല്ല, ഇനി റേറ്റ് കുറയുകയാണെങ്കിൽ ഇപ്പോൾ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിലും അതും റിസ്ക് ആണ്. ഒന്നും പറയാൻ പറ്റില്ല. എന്നിരുന്നാലും നമുക്ക് 20-ാം തീയതിക്ക് ശേഷം കാണാം. ഞാൻ എന്തായാലും ഈ അടുത്തൊന്നും വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ച് നാൾ എന്തായാലും കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത്രയും നാൾ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്തല്ലേ, ഒരു കുറച്ച് ദിവസം കൂടി എന്തായാലും വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് പേര് ഇപ്പോൾ മേടിക്കുന്നുണ്ട്. അവർക്ക് വേണമെങ്കിൽ 160 രൂപയ്ക്കൊക്കെ വെച്ചിട്ട് വിൽക്കാനും ഞാൻ പറയുന്നില്ല, അതുപോലെ തന്നെ കീപ്പ് ചെയ്യാനും പറയുന്നില്ല. കാരണം നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ ഇപ്പോഴും അറിയില്ല, ആർക്കും അറിയില്ല. 20-ാം തീയതി ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കറിയാൻ സാധിക്കുള്ളൂ ഇതിൻ്റെ വാല്യൂ എന്താണ്. അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്നൊക്കെ. ഇപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ ബൈനാൻസ് PI നെറ്റ്വർക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറൻറ്റ് ന്യൂസും കാര്യങ്ങളും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. മിക്കതിലും ഇത് കൊടുത്തിരിക്കുന്ന PI കോയിൻ ക്യാൻ റീച്ച് $500 and experts says it all depends on Binance. അതും ഫോർച്യൂൺ ഇന്ത്യ എന്ന് പറയുന്ന വെബ്സൈറ്റിലൊക്കെ വന്ന ആർട്ടിക്കിളുകളാണ്. ഇതെല്ലാം ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. അതായത് എല്ലാം ബൈനാൻസിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ബൈനാൻസ് ഇത് എങ്ങാനും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഹൈപ്പിനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് മറ്റും കാര്യങ്ങളൊന്നും ആരും നോക്കില്ല. കാരണം വലിയൊരു കമ്മ്യൂണിറ്റി ഇതിൻ്റെ പിന്നിലുള്ളത് കാരണം ആളുകൾ കൂടുതൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഹൈപ്പ് ഇതിന് കിട്ടും. അതല്ലെങ്കിൽ ഇതൊരു സ്കാം ആണെങ്കിൽ റഗ് പുൾ പോലത്തെ സംഭവങ്ങൾ ഇതിൽ സംഭവിക്കും. ലിക്വിഡേഷൻ മൊത്തം അവർ വലിച്ചെടുക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. ഇതുപോലുള്ള വന്ന ഒരുപാട് കോയിൻസ് ഇതുപോലെ റഗ് പുള്ളൊക്കെ ചെയ്തിട്ട് 0 ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ യൂട്യൂബ് വീഡിയോകളും ആർട്ടിക്കിളും ഒന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കേണ്ട. നിങ്ങളുടേതായ യുക്തി അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. സെല്ല് ചെയ്യണമെങ്കിൽ സെല്ല് ചെയ്യാം. അതല്ല റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്ത് നോക്കുക. ആര് പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ട. നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക. കാരണം കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമുക്ക് മൈൻ ചെയ്ത് ലഭിച്ച ഒരു ടോക്കണാണിത്. ഈ PI നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ശരിക്കും ഇവരൊരു ട്രേഡിംഗ് പേർപ്പസിന് വേണ്ടിയിട്ടല്ല ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മറിച്ച് ഇതൊരു ക്യാഷ് പോലെ, അതായത് ട്രാൻസാക്ഷനൊക്കെ വേണ്ടിയിട്ട് ഉള്ളൊരു മെറ്റീരിയൽ ആയിട്ടാണ് ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഇതൊരു USDT ഒക്കെ പോലെ ഒരു സ്റ്റേബിൾ കോയിൻ ആകാനുള്ള ചാൻസുമുണ്ട്.
അതായത് ഓൺലൈൻ ട്രാൻസാക്ഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ പോലെ ആകാനുള്ള ചാൻസും വളരെയധികമാണ്. അതിനുള്ള പ്രോസസ്സും ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഫ്യൂച്ചർ എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് എങ്ങനെ വാലറ്റിലേക്ക് മാറ്റും എന്നുള്ള ഒരു ചെറിയൊരു ട്യൂട്ടോറിയലാണ് നമ്മൾ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് KYC മാക്സിമം കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇത് ഒരു ദിവസത്തിനുള്ളിലൊക്കെ KYC കംപ്ലീറ്റ് ആവുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക. എന്നാൽ മാത്രമേ നമുക്കിപ്പോൾ ട്രേഡ് ചെയ്യാൻ ഇത് പറ്റുള്ളൂ. കുറച്ച് ടോക്കണൊക്കെ വേണമെങ്കിൽ ഫസ്റ്റ് ദിവസമൊക്കെ നമുക്ക് ട്രേഡ് ചെയ്ത് നോക്കാം. ഫ്യൂച്ചറിൽ ഇതെന്താവുമെന്ന് നമുക്കിപ്പോഴും പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ന്യൂസും കാര്യങ്ങളും അധികം നിങ്ങൾ വായിക്കാതിരിക്കുന്നത് നല്ലത്. കാരണം ഓരോ ന്യൂസിലും ഓരോ കഥകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചിലതിൽ പറയുന്നുണ്ട് ഏകദേശം $500 അതൊരിക്കലും ആകാൻ ചാൻസ് ഇല്ല. എന്നിരുന്നാലും പല പല കഥകൾ ഇതിനെക്കുറിച്ച് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ടോക്കണൊക്കെ കയ്യിലുള്ള ആളുകൾ നിങ്ങളുടെ യുക്തി അനുസരിച്ച് ചെയ്യുക. കുറച്ച് വിൽക്കണമെങ്കിൽ കുറച്ച് വിറ്റ് വെക്കുക. അതല്ലാത്ത ആളുകൾ, റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ കീപ്പ് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ എന്തായാലും വിൽക്കുന്നൊന്നുമില്ല. റേറ്റൊക്കെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ 160 രൂപയൊക്കെ പറയുന്നുണ്ട്. എനിക്ക് 800 ടോക്കൺ ഉണ്ട്. ഏകദേശം 1 lakhിൽ എബോവ് എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ വിൽക്കാം. ഞാൻ എന്തായാലും വിൽക്കുന്നൊന്നുമില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത് കാരണം ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. എന്തായാലും നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് ബിറ്റ്ഗെറ്റ് OKX ഇപ്പോൾ എന്തായാലും ഡൗൺലോഡ് ചെയ്യേണ്ട. അത് ഇന്ത്യയിൽ ബാനുമാണ്. എന്തായാലും ബിറ്റ്ഗെറ്റ് എല്ലാവർക്കും യൂസ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്ത് മാക്സിമം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഈ പൈ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അതുപോലെ തന്നെ മൈൻ ചെയ്യൽ സ്റ്റോപ്പ് ചെയ്ത ആളുകൾ തീർച്ചയായിട്ടും മൈൻ ചെയ്യൽ സ്റ്റാർട്ട് ചെയ്യുക. ഇത്രയും നാൾ മൈൻ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്ത ആളുകളുണ്ടാവും, അല്ലെങ്കിൽ മൊബൈൽ നഷ്ടപ്പെട്ട ആളുകളുണ്ടാവും. അവർക്കൊക്കെ യൂസർ നെയിം പാസ്വേഡും അറിയെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാൾ ചെയ്യുക. റീഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക. ഇത്രയും നാൾ നിങ്ങൾ മൈൻ ചെയ്തിട്ട് വെറുതെ ഇട്ട് കളയണ്ട. എന്ത് കിട്ടിയാലും അത് നമുക്ക് എന്തായാലും ലാഭമായിരിക്കും. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഇതിലൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല. ആകെ ഡെയിലി ഒന്ന് വന്ന് ഓപ്പൺ ചെയ്ത് മൈൻ ചെയ്യുക മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് കിട്ടിയാലും നമുക്ക് പ്രോഫിറ്റ് തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഈ ബിറ്റ്ഗെറ്റ് ഡൗൺലോഡ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കുക. 20-ാം തീയതി നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.